നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ വളരെ കുറച്ച് സമയം കൊണ്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ദ ചെയിൻ ഓഫ് ലൈഫ്, അല്ലെങ്കിൽ ഒറ്റയല്ലൊരു ജീവിയും. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ തന്നെ ആദ്യം നമുക്ക് തുടങ്ങുന്നത് എന്താ, ഒരു കിങ് ഫിഷർ അല്ലേ. ഒരു കിങ് ഫിഷർ എന്ത് ചെയ്തിരിക്കുക, നമ്മുടെ കുടക്കടവിൽ ഇരുന്നിട്ട് ഒരു കുഞ്ഞു മീനിനെ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും എപ്പോഴും ഇങ്ങനെ ഈ നദിയുടെ തീരത്തും അല്ലെങ്കിൽ കുളക്കടവിലൊക്കെ കാണുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ നദികളിലൊക്കെ എന്തുണ്ടാകും, മീനുണ്ടാവും അല്ലേ. കുഞ്ഞു കുഞ്ഞു ഫിഷസിനെയാണ് ആര് കഴിക്കുക, നമ്മുടെ ഈ നീല പൊന്മാൻ കഴിക്കുക. അപ്പോൾ എല്ലാ ജീവികൾക്കും എന്തുണ്ടാകും, അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു സിമ്പിൾ സാധനം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ മനസ്സിലാവുക, ഇവിടെ നമ്മുടെ പുല്ല് അഥവാ ഗ്രാസ് ഉണ്ട്. ഈ ഗ്രാസിനെ കഴിക്കുന്നത് ആരാണ്, ഗ്രാസ് ഹോപ്പർ അഥവാ ഈ പുൽച്ചാടീനെ കഴിക്കുന്നത് ആരാ, നമ്മുടെ തവള അഥവാ ഫ്രോഗിനെ കഴിക്കുന്നത് ആരാ, നമ്മുടെ പാമ്പ് അല്ലേ. അപ്പോൾ ഏതൊരു സംഭവം എടുത്തു നോക്കിക്കഴിഞ്ഞാലും നമ്മുടെ ഈ ഒരു ഭൂമിയിൽ ഒരാൾ മറ്റൊരാളുടെ ഭക്ഷണമായിരിക്കും അല്ലേ. അപ്പോൾ ഒരാളെ കഴിക്കാൻ എപ്പോഴും ഒരൊറ്റൊരാൾ മാത്രമല്ല ഉണ്ടാവുക. അപ്പം നിങ്ങൾ നോക്കിക്കോ, നമ്മൾ നേരത്തെ ഒരു ചെടി കണ്ടു, ചെടീനെ നേരത്തെ നമ്മൾ പുൽച്ചാടിയാണ് കഴിച്ചത്. ഇതാ പുൽച്ചാടി മാത്രമാണോ കഴിക്കുക, അല്ല, നമ്മുടെ പുഴുവും എന്ത് ചെയ്യും, നമ്മുടെ ഈ ഒരു ചെടീനെ കഴിക്കും. പുഴുവിനെ കഴിക്കാൻ ആരുണ്ട്, നമ്മുടെ ഫ്രോഗ് അഥവാ നമ്മുടെ തവളയുണ്ട്. അപ്പോൾ തവള ആരൊക്കെ കഴിക്കുന്നുണ്ട്, തവള പുഴുവിനെ കഴിക്കും, നമ്മുടെ ഗ്രാസ് ഹോപ്പറിനെ കഴിക്കും അല്ലേ. അപ്പോൾ തവളയുടെ ഭക്ഷണം വെറും ഗ്രാസ് ഹോപ്പറോ പുൽച്ചാടിയോ മാത്രമല്ല, വേം അഥവാ പുഴുവും തവളേൻ്റെ ഭക്ഷണമാണ്. തവളേനെ കഴിക്കാൻ സ്നേക്ക് ഉണ്ടാവും, സ്നേക്കിനെ കഴിക്കാൻ നമ്മുടെ ഔൾ അല്ലെങ്കിൽ നമ്മുടെ മൂങ്ങ ഉണ്ടാവും അല്ലേ. അപ്പം നമുക്കിവിടെ മനസ്സിലാവുന്നത് എന്താ, ഇവിടെ ഒരു ചെയിന് പോലെ കാണാം അല്ലേ. ഇത് എന്തിൻ്റെ ചെയിനാണ്, നമ്മുടെ ഫുഡിൻ്റെ ചെയിനാണ് അല്ലേ, ഭക്ഷണത്തിൻ്റെ ചെയിനാണ്. ഇത് ഇതിൻ്റെ ഭക്ഷണമാണ്, ഇത് ഇതിൻ്റെ ഭക്ഷണമാണ്, ഇത് ഇതിൻ്റെ ഭക്ഷണമാണ്. കുറുക്കൻ നമ്മുടെ കഴുകൻ്റെ ഭക്ഷണമാണ് അല്ലേ. അപ്പം ഇങ്ങനെ ചെയിന് പോലെ ഒരാൾ മറ്റൊരാളെ ഭക്ഷിക്കുന്നതിനെയാണ് നമ്മൾ എന്തു പറയുന്നത്, ഫുഡ് ചെയിൻ അഥവാ ആഹാര ശൃംഖല. അതെൻ്റെ കുട്ടിയൊക്കെ അറിയാം അല്ലേ. അപ്പോൾ നമ്മളിവിടെ തന്നെ പറഞ്ഞു, നമ്മുടെ പുല്ല് കഴിക്കുന്നത് പുൽച്ചാടി മാത്രമല്ല, വേറെ ആരൊക്കെ കഴിക്കും, മുയൽ കഴിക്കും, മാന് കഴിക്കും, പിന്നെ നമ്മളിതാ ഇപ്പോൾ കൂടെ പറഞ്ഞു നമ്മുടെ പുഴു കഴിക്കും അല്ലേ. അപ്പോൾ ഈ ഒരു സാധനത്തിനെ കഴിക്കാൻ കുറേ ആൾക്കാരുണ്ട്, അതുപോലെ ഇവരെ കഴിക്കാനും ഒന്നിലധികം ആൾക്കാരുണ്ട് അല്ലേ. അപ്പോൾ ഇതിന് നമ്മൾ എന്താണ് പറയുക, ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ചെടീനെ പുഴു കഴിക്കുന്നു, പുൽച്ചാടി കഴിക്കുന്നു, നമ്മുടെ അണ്ണാൻകുഞ്ഞ് കഴിക്കുന്നു അല്ലേ. ഇതിനെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കോഴിയുണ്ട്, കോഴീനെ കുറുക്കൻ കഴിക്കും, അണ്ണാൻകുഞ്ഞിനെയും കുറുക്കൻ കഴിക്കും അല്ലേ. അപ്പോൾ ഒരാളെ ഒന്നിലധികം ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, ഭക്ഷണമാക്കുന്നുണ്ട്. വെരി ഗുഡ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആഹാര ശൃംഖലാ ജാലം അഥവാ ഫുഡ് വെബ്. ഓക്കെ, നമ്മളിതെന്ത് നമ്മുടെ ചെലന്തി പോലെ അല്ലേ, ചെലന്തിയുടെ ഈ ഒരു വല നോക്കിക്കഴിഞ്ഞാൽ കുറേ കണക്ഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാക്കിയിരിക്കുകയാണ്. സോ ഇതിനെയാണ് നമ്മൾ ഫുഡ് വെബ് എന്ന് പറയാം. സോ ലിവിങ് ബീങ്സ് ഡിപ്പെൻഡ് ഓൺ വൺ അനദർ ഫോർ ഫുഡ് അല്ലേ. ഭക്ഷണത്തിന് വേണ്ടി ഒരാൾ ഒത്തിരി ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ നമ്മൾ ഫുഡ് വെബ് അഥവാ ആഹാര ശൃംഖലാ ജാലം എന്നാണ് പറയുന്നത്. ഇതിലെ ഒരു ചെയിനാണ് നമ്മുടെ ഫുഡ് ചെയിൻ. ഓക്കെ, അപ്പോൾ ആഹാര ശൃംഖലാ ജാലത്തിലെ ആ ഒരു സിംഗിൾ സീക്വൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫുഡ് ചെയിൻ അഥവാ ആഹാര ശൃംഖല എന്ന് പറയുന്നത്. അപ്പോൾ ഫുഡ് ചെയിൻ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു സിംഗിൾ ചെയിൻ ആയിരിക്കും. ഫുഡ് വെബ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ആഹാര ശൃംഖല ജാലം എന്ന് പറയുമ്പോൾ കുറേ കണക്ഷൻസ് ഉണ്ടാവും. ആ ഡിഫറൻസസ് ക്ലിയർ അല്ലേ. ഓക്കെ, ഇനി നമ്മളിതാ അടുത്തതായിട്ട് ഇപ്പം നമ്മൾ പറഞ്ഞു നമ്മുടെ കരയിൽ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള ആഹാര ശൃംഖലാ ജാലവും ആഹാര ശൃംഖലയൊക്കെ പറഞ്ഞു. പക്ഷെ അത് മാത്രമല്ല നമുക്കുള്ളതല്ലേ, നമ്മുടെ കടലിൽ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ഇതേപോലത്തെ ആഹാര ശൃംഖലയും ആഹാര ശൃംഖലാ ജാലവും ഒക്കെ കാണും. അപ്പോൾ അവിടെ ഇപ്പം നമ്മൾ പറഞ്ഞ ഏതൊരു ആഹാര ശൃംഖല അഥവാ ഫുഡ് ചെയിൻ എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് പ്ലാന്റ്സ് അഥവാ സസ്യങ്ങളായിരിക്കും അല്ലേ. കാരണം എന്തുകൊണ്ടാണ്, സസ്യങ്ങളാണ് ഫോട്ടോസിന്തസിസ് നടത്തുന്നത്, പ്രകാശ സംശ്ലേഷണം നടത്തുന്നത്. അവർക്ക് മാത്രമേ ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റുള്ളൂ അല്ലേ. അതും നമ്മൾ ഈ ചാപ്റ്ററിൽ തന്നെ പഠിക്കാനുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കടലിൽ ആരാണ് ഈ ഫോട്ടോസിന്തസിസ് അഥവാ നമ്മുടെ പ്രകാശ സംശ്ലേഷണം നടത്തുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും, നമ്മുടെ പ്ലാങ്ക്ടൺസ് എന്ന് പറഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു ചെടികളാണ്, സസ്യപ്ലവകങ്ങൾ എന്നാണ് പറയാം. അവരിങ്ങനെ കടലിൽ ഇങ്ങനെ ഒഴുകി നടക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ പ്ലാങ്ക്ടൺസിനൊക്കെ ആര് കഴിക്കും മക്കളെ, പ്ലാങ്ക്ടൺസ് അഥവാ സസ്യപ്ലവകങ്ങളെ നമ്മുടെ മത്തിയൊക്കെ കഴിക്കും. ചെറു മീനുകളെയും സസ്യപ്ലവകങ്ങളെയൊക്കെ മത്തി കഴിക്കും. മത്തീനെ കഴിക്കാൻ ആരുണ്ടാകും, വലിയ വലിയ മീനുകളൊക്കെ ഉണ്ടാവും. ആ വലിയ വലിയ മീനുകളെ കഴിക്കാൻ അതിലും വലിയ മീനുകളുണ്ടാവും. ഓക്കെ, അപ്പം നമ്മുടെ കടലിൽ നോക്കിക്കഴിഞ്ഞാലും ഇതേപോലത്തെ ഒരു ആഹാര ശൃംഖലാ ജാലവും ആഹാര ശൃംഖലയൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ,
അപ്പോൾ മിസ് ഒരു ഡൗട്ട് വയ്ക്കുക, അതായത് നമ്മൾക്ക് ഇപ്പം നിലനിൽക്കാൻ വേണ്ടി ഭക്ഷണം വേണം. ഭക്ഷണം എന്ന് പറയുമ്പോൾ നമ്മുടെ ഇപ്പോൾ സസ്യങ്ങളായാലും ജന്തുക്കളായി കഴിഞ്ഞാൽ അവരെല്ലാം എന്താണ്, അവരെല്ലാം ജീവനുള്ള ആൾക്കാരാണ്. പക്ഷെ നമുക്ക് ജീവനുള്ള ആൾക്കാരെ മാത്രം മതിയോ? അല്ലേ, നമ്മൾ പറഞ്ഞു പ്ലാന്റ്സിനെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യണം ഫുഡിന് വേണ്ടിയിട്ട്, പിന്നെ ആനിമൽസിനെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യണം ഫുഡിന് വേണ്ടിയിട്ട്. പക്ഷെ നമുക്ക് ലിവിങ് തിങ്സ് അല്ലെങ്കിൽ ജീവനുള്ളവർ മാത്രം മതിയോ നമ്മുടെ നിലനിൽപ്പിന്? മതിയോ? പറ്റില്ല അല്ലേ. നമുക്ക് ആരൊക്കെ വേണം? നമുക്ക് സോയിൽ വേണം. മണ്ണില്ലെങ്കിൽ നമുക്ക് നിലനിൽക്കാൻ പറ്റുമോ? മണ്ണിലല്ലേ നമ്മുടെ വീട് വെച്ചിരിക്കണേ. വായു, എയർ ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? പറ്റില്ല. വെള്ളമില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? പറ്റില്ല അല്ലേ. സോ നമുക്ക് നിലനിൽപ്പിന് വേണ്ടിയിട്ട്, സർവൈവലിന് വേണ്ടിയിട്ട് നമുക്ക് എന്താണ്, നമുക്ക് ജീവനുള്ള ആൾക്കാരും വേണം, ജീവനില്ലാത്ത ആൾക്കാരും വേണം. ഓക്കെ, ഇനി നമ്മുടെ ഹാബിറ്റാറ്റ് അഥവാ വാസസ്ഥലം. എന്താണ് ഈ ഹാബിറ്റാറ്റ് അഥവാ വാസസ്ഥലം എന്ന് പറഞ്ഞാൽ, ഒരു ജീവി അതിന് സ്വാഭാവികമായിട്ട് എവിടെയാണോ കാണുന്നത് അതിനെയാണ് നമ്മൾ എന്ത് പറയുക, അതിൻ്റെ ഹാബിറ്റാറ്റ് എന്ന് പറയുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബട്ടർഫ്ലൈസിനെ കൂടുതലായിട്ട് പൂന്തോട്ടങ്ങളിൽ അല്ലെങ്കിൽ പൂക്കളുള്ള സ്ഥലങ്ങളിലാണ് കാണാം. അപ്പോൾ അതിൻ്റെ ഹാബിറ്റാറ്റ് അവിടെയാണ്. ഓക്കെ, മിസ് ചോദിക്കട്ടെ, ഒട്ടകങ്ങൾ എവിടെയാണ് കാണുക? ഒട്ടകങ്ങൾ എവിടെയാണ് കാണുക? ക്യാമൽ. ക്യാമലിനെ നമ്മൾ ഡെസേർട്ടിലാണ് കാണുക അല്ലേ. അപ്പം നിങ്ങൾ പറയും മിസ് ബീച്ചിലൊക്കെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ക്യാമലിനെ കാണുന്നുണ്ടല്ലോ. അതിൻ്റെ സ്വാഭാവിക വാസസ്ഥലമല്ല, മനുഷ്യന്മാർ അതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇവരുടെ സ്വാഭാവിക വാസസ്ഥലം ഡെസേർട്ടാണ്. ഇനി നമ്മുടെ ധ്രുവക്കരടി ഉണ്ടല്ലോ മക്കളെ, ധ്രുവക്കരടികൾ എവിടെയാണ് കാണുക? നമ്മുടെ പോളാർ റീജിയൻസ് അല്ലെങ്കിൽ ധ്രുവ പ്രദേശങ്ങളിലാണ് കാണാം. ഇനി നമ്മുടെ ഫിഷസിനെ എവിടെയാണ് കാണാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പറയരുത് മിസ് ഞങ്ങളുടെ വീട്ടിൽ അക്വേറിയത്തിലുണ്ടെന്ന്. അത് നമ്മൾ പിടിച്ചിട്ടതാണ്. അവരെ സ്വാഭാവികമായിട്ട് കാണുന്നത് എവിടെയാ? കടലിലാണ് അല്ലേ, അല്ലെങ്കിൽ വെള്ളത്തിലാണ്. സോ അതാണ് അവരുടെ ഹാബിറ്റാറ്റ്. ഓക്കെ, അപ്പോൾ ഹാബിറ്റാറ്റ് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ഹോം. അവരുടെ നേച്ചർ വൈസ് അവരെവിടെയാണോ സ്വാഭാവികമായിട്ട് കാണുന്നത് അതാണ് അവരുടെ ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മളിതാ ഈ ഒരു നമ്മുടെ പുൽപ്രദേശങ്ങളിലൊക്കെ ആണെങ്കിൽ പുല്ല് കഴിച്ച് ജീവിക്കുന്ന മാന് അവരെയൊക്കെ കാണാം. നമ്മുടെ ഡെസേർട്ടിൽ മരുഭൂമിയിലാണെങ്കിൽ നമ്മുടെ ഒട്ടകങ്ങളെയൊക്കെ കാണാം. ധ്രുവ പ്രദേശങ്ങളിലാണ്, പോളാർ റീജിയനിലാണെങ്കിൽ നമ്മുടെ പോളാർ ബേസിനൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഓരോരുത്തരുടെയും എന്ത് നോട്ട് ചെയ്ത് വെക്കുക? ഹാബിറ്റാറ്റ്. എൻ്റെ മക്കൾ കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഇതെൻ്റെ കുട്ടിയൊക്കെ ക്ലിയർ ആയോ? ഇത് ക്ലിയർ ആയോ മക്കളെ? ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നതാണ് ഫുഡ് കാർഡ്. ഫുഡ് കാർഡ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ. നമുക്ക് എല്ലാവർക്കും ഒരു ID കാർഡ് ഉണ്ടാവും അല്ലേ. ID കാർഡ് നിങ്ങൾക്ക് ചിലപ്പോൾ കുഞ്ഞു ക്ലാസ്സിലായിരുന്നു നിങ്ങൾക്ക് ഉണ്ടാവില്ല. നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്ക് ജോലി ചെയ്യുന്നവരാണെങ്കിൽ അവർക്കൊരു ID കാർഡ് ഉണ്ടാവും. ID കാർഡിൻ്റെ അകത്ത് നമ്മുടെ ഫോട്ടോയും നമ്മുടെ പേരും നമ്മൾ എപ്പോഴാണ് ജനിച്ചത് അങ്ങനെ നമ്മുടെ ഡീറ്റെയിൽസ് ഉണ്ടാവും. അപ്പോൾ ഫുഡ് കാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ജീവിയുടെ ഫോട്ടോ, ആ ജീവിയുടെ പേര്, ആ ജീവി കഴിക്കുന്ന ഭക്ഷണം, സിമ്പിൾ. ഓക്കെ, അപ്പോൾ നിങ്ങളും ഇതേപോലെ ഒരു ഫുഡ് കാർഡ് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കുട്ടികൾ ചെയ്തോ? എഴുതി വെക്കും. അപ്പം മനുഷ്യന്മാരുടെ ഒരു ഫുഡ് കാർഡ് തയ്യാറാക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യുക? ജസ്റ്റ് ഒരു മനുഷ്യൻ്റെ ഒരു ഫോട്ടോ ഇങ്ങനെ വരയ്ക്കുക, എന്നിട്ട് നിങ്ങളുടെ തന്നെ പേര് എഴുതുക. അപ്പം മിസ് ആയതുകൊണ്ട് മിസ് അർച്ചന എന്ന് എഴുതുകയാണേ. എന്നിട്ട് മിസ്സിൻ്റെ ഫുഡ് കാർഡിൽ മിസ് എന്തൊക്കെ ഫുഡാണ് കഴിക്കുക? മിസ് റൈസ് കഴിക്കും, ഫ്രൂട്ട്സ് കഴിക്കും, പിന്നെ വെജിറ്റബിൾസ് കഴിക്കും അല്ലേ, എല്ലാം കഴിക്കുക. അപ്പം മിസ്സിൻ്റെ ഫുഡ് കാർഡ് റെഡി. ഇതേപോലെ എങ്ങാനും ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എൻ്റെ മക്കളെ എഴുതണം കേട്ടോ. സെറ്റ്. ഇനി നമുക്കിതാ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് പ്രീവിയസ് ഇയറിലൊക്കെ ചോദ്യം വരാൻ ചാൻസ് ഉള്ള ഒരു ഭാഗമാണ് ഇത്. അതായത് നമ്മൾ പറഞ്ഞു ഒരാൾ മറ്റൊരാളുടെ ഭക്ഷണമാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ പുല്ലുണ്ട്, ഇവിടെ കുറേ പുൽച്ചാടികളുണ്ട്. അപ്പോൾ പുൽച്ചാടീൻ്റെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ എന്താ മക്കളെ സംഭവിക്കുക? നല്ലതാണോ അല്ലേ? നമ്മുടെ ഒരു ചുറ്റുപാടെന്ന് പറഞ്ഞാൽ ഒരു ബാലൻസിലാണ് നിൽക്കണ്ടേ. പക്ഷേ ഇവിടെ പുൽച്ചാടികളുടെ എണ്ണം കൂടുതലാണ്. അപ്പോഴെന്താ സംഭവിക്കുക? പുൽച്ചാടികളുടെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? എന്ത് സംഭവിക്കും? കുറേ പുൽച്ചാടികളായി കഴിഞ്ഞാൽ അവരുള്ള എല്ലാ പുല്ലും തിന്നു തീർക്കും. അപ്പം പുല്ലിൻ്റെ അളവ് കുറയില്ലേ? പ്ലാന്റ്സിൻ്റെ അളവ് കുറയും. അപ്പം നമ്മൾ ഒരു ആഹാര ശൃംഖല എടുത്താലും ഒരു ആഹാര ശൃംഖല ജാലം എടുത്താലും അതിൽ ആരുടെങ്കിലും ഒരാളുടെ എണ്ണം കുറഞ്ഞാലും പ്രശ്നമാണ്, കൂടിയാലും പ്രശ്നമാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെ മിസ്, ഇപ്പോൾ കുറുക്കൻ, ഇത് കുറുക്കനാണ്. കുറുക്കൻ്റെ എണ്ണം കുറഞ്ഞു. കുറുക്കൻ്റെ എണ്ണം കുറഞ്ഞാൽ എന്താ സംഭവിക്കുക? കുറുക്കനെ കഴിക്കുന്ന ഇയാൾക്ക് ഫുഡ് കിട്ടാതെയാവും അല്ലേ.
കുറുക്കൻ ഇപ്പം ഇതില്ല എന്ന് കരുതാം, ഇതും കിട്ടുന്നില്ല എന്ന് കരുതാം. കുറുക്കൻ്റെ എണ്ണം പെട്ടെന്ന് കുറഞ്ഞാൽ നമ്മുടെ കടുവയ്ക്ക് ഫുഡ് കിട്ടാതെയാവും. പിന്നെയോ കോഴീൻ്റെ എണ്ണം കൂടും, കാരണം കോഴീനെ തിന്നാൻ ആരുമില്ല. അപ്പോൾ കോഴീൻ്റെ എണ്ണം ഭയങ്കരമായിട്ട് കൂടും. കോഴീൻ്റെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ പുൽച്ചാടിൻ്റെ എണ്ണം കുറയും, കാരണം കുറേ കോഴികളായി കഴിഞ്ഞാൽ എല്ലാവരും കൂടി പുൽച്ചാടിനെ തിന്ന് തീർക്കും. പുൽച്ചാടിൻ്റെ എണ്ണം അപ്പോൾ കുറഞ്ഞാൽ പുല്ലിൻ്റെ എണ്ണം കൂടും. മനസ്സിലായോ? അപ്പോൾ ബാലൻസ് തെറ്റിയത് കണ്ടോ? ജസ്റ്റ് ഒരാളെ ബാധിച്ചു കഴിഞ്ഞാൽ ഒരാളുടെ എണ്ണം കുറഞ്ഞാലും പ്രശ്നമാണ്, കൂടിയാലും പ്രശ്നമാണ്. അതെൻ്റെ മക്കൾക്ക് എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ. ഇപ്പോൾ കുറുക്കൻ്റെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ എന്താ പറ്റുക? കോഴികളുടെ എണ്ണം കുറയും, എല്ലാ കുറുക്കന്മാരും പോയിട്ട് കോഴികളെ പിടിക്കും. കോഴീൻ്റെ എണ്ണം കുറഞ്ഞാലോ പുൽച്ചാടിൻ്റെ എണ്ണം കൂടും, കാരണം പുൽച്ചാടിനെ തിന്നാൻ ആരുമില്ല. അപ്പോൾ പുൽച്ചാടിൻ്റെ എണ്ണം കൂടിയാലോ പുല്ലിൻ്റെ അളവ് കുറയും. എങ്ങനെയാണ് ആ ബാലൻസ് തെറ്റുന്നത് മനസ്സിലായോ? അപ്പം നമ്മുടെ ചുറ്റുപാടും നമുക്കൊരു ബാലൻസ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാവരുടെ എണ്ണം കറക്റ്റായിരിക്കണം. കൂടിയാലും പ്രശ്നമാണ്, കുറഞ്ഞാലും പ്രശ്നമാണ്. സെറ്റല്ലേ? ഓക്കെ. ഇനി മക്കളെ ഇത് മിസ് പറഞ്ഞതാ, ഇത് നോട്ട് ചെയ്യണേ. മിസ് ഇമ്പോർട്ടൻ്റ് എന്ന് എഴുതിയിട്ടുള്ളതെല്ലാം നോട്ട് ചെയ്യാം. ഇനി അടുത്തതാണതാ, അടുത്തൊരു ചോദ്യം വരുന്ന ഭാഗം. ദ ഇൻവേഡേഴ്സ് അല്ലെങ്കിൽ അധിനിവേശക്കാർ. അതായത് ഇൻവേഡേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാ? ഇൻവേഡേഴ്സ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ, നമ്മുടെ ഇവിടെ നമ്മൾ പറഞ്ഞൊരു ഹാബിറ്റാറ്റ് എന്ന് പറഞ്ഞാൽ അവർ സ്വാഭാവികമായിട്ട് അവിടെ കാണുന്നവർ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇവിടെ കാണാത്ത ഒരാൾ പെട്ടെന്ന് ഇവിടേക്ക് കടന്നു കയറുകയാണ്, അല്ലേ? കടന്നു കയറ്റക്കാരാണ്. ഇപ്പം നമ്മുടെ 2 ആൾക്കാരാണെന്ന് വാട്ടർ ഹയാസിന്ത്, നിങ്ങൾ ചിലപ്പോൾ കുളങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടാവും, നല്ല ഭംഗിയുള്ള പർപ്പിൾ കളറുള്ള ഫ്ലവേഴ്സ് ഉള്ള ചെടികളാണ് വാട്ടർ ഹയാസിന്ത്. വേറൊരാളാണ് നമ്മുടെ ആഫ്രിക്കൻ മുഷു, ആഫ്രിക്കൻ ക്യാറ്റ് ഫിഷ്. അപ്പം ഇവരുടെ 2 പേരും നമ്മുടെ നാട്ടിലുള്ളവരല്ല. നമ്മുടെ നാട്ടിലുള്ളവരെയാണ് കഴിക്കാൻ വേറൊരാളുണ്ടാവുക, പക്ഷെ ഇവർ 2 പേരെയും ഭക്ഷണമാക്കാൻ ഇവിടെ ആരുമില്ല, കാരണം ഇവരിവിടെ ഉള്ള ആൾക്കാരല്ലാത്തത് കൊണ്ട്, കടന്നു കയറ്റക്കാരല്ലേ. അപ്പം നമ്മുടെ ഈ ഒരു ചെടീനെ സംബന്ധിച്ചിടത്തോളം ഇവർ പെട്ടെന്ന് വളരും, പെട്ടെന്ന് വളർന്ന് വെള്ളത്തിലുള്ള ഓക്സിജൻ മുഴുവൻ വലിച്ചെടുക്കും. അപ്പോൾ വെള്ളത്തിലുള്ള ഫിഷസിനൊന്നും ഓക്സിജൻ കിട്ടാണ്ട് അവരെല്ലാം ചത്തുപോകും. അതാണ് ഇതിൻ്റെ പ്രശ്നം. ഈ ആഫ്രിക്കൻ മുഷുവിൻ്റെ പ്രശ്നം എന്താ അറിയോ? ആഫ്രിക്കൻ മുഷു ഇതേപോലെ പെട്ടെന്ന് വളരും, കാരണം ഇവരെ കഴിക്കാൻ ഇവിടെ ആരുമില്ല. ഇവരിങ്ങനെ രാജാക്കന്മാരെ പോലെ വളരുകയാണ്. അതുമാത്രമല്ല ഇവർ നമ്മുടെ നാട്ടിലുള്ള നേറ്റീവ് ഫിഷസിനെയൊക്കെ പിടിച്ച് തിന്നുകയും ചെയ്യും. അപ്പോൾ എന്താ പറ്റുക? നമ്മുടെ നേറ്റീവ് ഫിഷസിൻ്റെ എണ്ണം കുറയും, ഇവരുടെ എണ്ണം ഭയങ്കരമായിട്ട് കൂടും, കാരണം ഇവരെ കഴിക്കാൻ ഇവിടെ ആരുമില്ല. ക്ലിയർ? അപ്പോൾ ഈ അധിനിവേശക്കാരെ കൊണ്ടുള്ള പ്രശ്നം മനസ്സിലായോ? ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ കാണപ്പെടുന്ന മത്സ്യമാണ് ആഫ്രിക്കൻ മുഷി. അപ്പോൾ ഇതിനെ കഴിക്കുന്ന ആൾ എവിടെയാണ് ഉള്ളത്? ആഫ്രിക്കയിലാണ്. അത് ഇവിടെ കൊണ്ടുവന്നപ്പോൾ എന്താ പറ്റിയത്? ഇയാൾ സ്വതന്ത്രനാണ്, ഇയാളെ കഴിക്കാൻ ആരുമില്ല. അപ്പോൾ ഇവർ പെട്ടെന്ന് വളർന്ന് പെരുകി നമ്മുടെ നാടൻ മത്സ്യങ്ങളെ മുഴുവൻ ഭക്ഷണമാക്കും, പക്ഷെ ഇവയെ ആഹാരമാക്കുന്ന ജീവികൾ നമ്മുടെ ജലാശയങ്ങളിൽ കാണാനുമില്ല. അതാണ് പ്രശ്നം. ഓക്കെ. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം നിങ്ങളുടെ എക്സാമിന് ചോദിക്കുന്ന ഒരു സാധനമാണ് ഫോട്ടോസിന്തസിസ് അഥവാ പ്രകാശ സംശ്ലേഷണം. അപ്പോൾ എൻ്റെ കുട്ടിയൊക്കെ അറിയാം, ഫോട്ടോസിന്തസിസ് അഥവാ പ്രകാശ സംശ്ലേഷണത്തിന് നമുക്ക് എന്തൊക്കെ വേണം മക്കളെ? നമ്മുടെ ചെടികൾക്ക് കാർബൺ ഡൈ ഓക്സൈഡ് വേണം. അത് മാത്രം മതിയോ? നമ്മുടെ ചെടികൾക്ക് വെള്ളം വേണം, അല്ലേ? ഇത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? കാർബൺ ഡൈ ഓക്സൈഡ് വേണം. അതേപോലെ തന്നെ നമുക്ക് എന്ത് വേണം? ജലം വേണം. കാർബൺ ഡൈ ഓക്സൈഡും ജലവും കിട്ടിക്കഴിഞ്ഞാൽ സസ്യങ്ങൾ ക്ലോറോഫിൽ അഥവാ ഹരിതകം അഥവാ ക്ലോറോഫില്ലിൻ്റെ സാന്നിധ്യത്തിൽ, അല്ലേ, സൺലൈറ്റ് അഥവാ പ്രകാശം ഉപയോഗിച്ച് എന്തുണ്ടാക്കും? ഗ്ലൂക്കോസ് ഉണ്ടാക്കും, ഫുഡ് ഉണ്ടാക്കും. ഫുഡിൻ്റെ കൂടെ ഒരു ബൈ പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് ഓക്സിജനും കിട്ടും. ഈ ഓക്സിജനാണ് നമ്മൾ ശ്വസിക്കുന്നത്, അല്ലേ? ഇതെൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമില്ലേ? അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡും ജലവും ഉപയോഗിച്ച് സൺലൈറ്റിനെ ആഗിരണം ചെയ്യും. സൺലൈറ്റിനെ ആഗിരണം ചെയ്യുന്നതാണ് ക്ലോറോഫിൽ. അത് ഇലകളിലാണ് കാണുന്നത്. അങ്ങനെ നമുക്ക് എന്തും കിട്ടും? ഓക്സിജനും കിട്ടും. അപ്പോൾ നമുക്കറിയാം ഈ ക്ലോറോഫിലാണ് നമ്മുടെ ഇലകൾക്ക് പച്ച നിറം നൽകുന്നത്. ഇതെൻ്റെ മക്കളെല്ലാവരും ടെക്സ്റ്റ് ബുക്കിൽ നോട്ട് ചെയ്ത് വെക്കുക. പച്ച നിറം നൽകുന്നത് ക്ലോറോഫിൽ അഥവാ ഹരിതകം. ഇത് എക്സാമിന് കുറേ പ്രാവശ്യം ചോദ്യം വന്നിട്ടുള്ളൊരു ഭാഗമാണിത്. അപ്പോൾ ചുവപ്പ് കളർ കൊടുക്കുന്നത് ആരാ? ചുവപ്പ് കളർ അഥവാ റെഡ് കൊടുക്കുന്നതാണ് ആന്തോസയാനിൻ. അപ്പോൾ ഓറഞ്ച് കളർ കൊടുക്കുന്നത് ആരാണ്? കെരോട്ടീൻ. ക്യാരറ്റ് എന്ന് ആലോചിച്ചാൽ മതി, ക്യാരറ്റിന് ഓറഞ്ച് കളറല്ലേ, അപ്പോൾ കെരോട്ടീൻ. മഞ്ഞ കളർ കൊടുക്കുന്നത് സാന്തോഫിൽ. ഇത് എക്സാമിന് കുറേ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, നോട്ട് ചെയ്ത് വെക്കാം. ഓരോ കളറും ആരൊക്കെയാണ് കൊടുക്കുന്നത്. ഓക്കെ. ഇനി അടുത്തതാണ് മക്കളെ നമ്മുടെ ലീഫ് ഫില്ലോടാക്സി. ഇത് എക്സാമിന് അധികം ചോദിച്ച് കണ്ടിട്ടില്ല, പക്ഷെ നോട്ട് ചെയ്ത് വെക്കാം. ഇത്രേ ഉള്ളൂ. ഇലകൾ എങ്ങനെയാണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്? ഇപ്പം മിസ് ഒരു തണ്ട് വരച്ചു. ഓക്കെ. ഇവിടെ നോഡുകളുണ്ട്, നോഡുകളിൽ നിന്നാണ് ഇലകൾ വരിക കേട്ടോ, നോഡ്.
ഓക്കെ, ഈ നോഡിൽ നിന്ന് ഇങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ട് ഇലകൾ വരുന്നുണ്ടെന്ന് കരുതാം. ഇത് ഓപ്പോസിറ്റ് അല്ലേ? അപ്പോൾ ഇതിനെ നമ്മൾ എന്താ പറയുക? ഫില്ലോടാക്സി എന്ന് പറഞ്ഞാൽ ഇലകൾ എങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നു അതിനെയാണ് ഫില്ലോടാക്സി എന്ന് പറയാം. ഇപ്പോൾ ഇത് ഓപ്പോസിറ്റ് അല്ലേ? നോക്കിക്കേ, ഈ നോഡിൻ്റെ ഓപ്പോസിറ്റ് ആണ് രണ്ട് ഇലകൾ. ഈ നോഡിൻ്റെ ഓപ്പോസിറ്റ്, അപ്പുറവും ഇപ്പുറവും ഇലകളുണ്ട്. ഈ നോഡിന് ഓപ്പോസിറ്റ് ഇലകളുണ്ട്. സോ ഇതിനെ നമ്മൾ പറയും ഓപ്പോസിറ്റ് ഫില്ലോടാക്സി അല്ലെങ്കിൽ എതിർ വിന്യാസം. ഇനി മിസ് ഇതാ വേറൊരു ഇല വരയ്ക്കുക, ചെടി വരയ്ക്കുക. ഇതിന് നോഡുകളുണ്ട്. പക്ഷെ ഒരു നോഡിൽ നിന്ന് ഒരു ഇല മാത്രമേ ഉള്ളൂ. അപ്പുറത്തെ ഇല ഉണ്ടോ? ഇല്ല. പിന്നെ അടുത്ത നോഡിൽ നിന്ന് എതിർവശത്താണ് ഉള്ളത്. ഉണ്ടോ? ഓൾട്ടർനേറ്റ് ഫില്ലോടാക്സി. ഒന്ന് ഇടവിട്ടിട്ടാണ് എന്തുള്ളത്? ഇലകളെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി വേറെ ചിലതുണ്ടാകും. കളർ മാറ്റാം അല്ലേ? ഇവിടെ നോഡുകളുണ്ടേ, ഇവിടെ നോഡുകളുണ്ട്. ഓക്കെ, ഈ ഒരു നോഡിൽ നിന്ന് കുറേ ഇലകൾ, ഇതിനെയാണ് നമ്മൾ പറയുക വേൾഡ് ഫില്ലോടാക്സി. ഉണ്ടോ? ഒരു നോഡിൽ നിന്ന് നമ്മുടെ താമരയൊക്കെ പോലെ സർപ്പിള വിന്യാസം എന്ന് പറയും. ഇത് ഏകാന്തര വിന്യാസം, കാരണം ഒരു നോഡിൽ നിന്ന് ഒരു ഇല മാത്രമേ ഉള്ളൂ. ക്ലിയർ? 3 ടൈപ്പ് ക്ലിയർ ആയോ? ഇത് എക്സാമ്പിൾസ് നോട്ട് ചെയ്ത് വെക്കുക. നമ്മുടെ ചെമ്പരത്തിയിലൊക്കെ കണ്ടോ, ഒരു നോഡിൽ നിന്ന് ഒരു ഇല മാത്രമേ ഉള്ളൂ. ഓൾട്ടർനേറ്റ് ആണ്. ഓക്കെ, ഏകാന്തര വിന്യാസം. ബേസിൽ അഥവാ നമ്മുടെ തുളസി ചെടിയിലൊക്കെ ഓപ്പോസിറ്റ് ആണ്. ആൽസ്റ്റോണിയ അതുപോലെ നമ്മുടെ ഏഴിലം പാലയൊക്കെ കണ്ടോ, ഒരു നോഡിൽ നിന്ന് എത്ര ഇലകളാ? വേൾഡ് ഫില്ലോടാക്സി. റെഡി? ഇത് നോട്ട് ചെയ്ത് വെക്കണം വിത്ത് എക്സാമ്പിൾസ്. എക്സാമിന് ചോദിക്കും. എക്സാമ്പിൾസ് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. റെഡി അല്ലേ? ഓക്കെ, ഇനി നമ്മുടെ എക്സാമിന് ചോദിക്കുന്ന വേറൊരു സാധനമാണ് നമ്മുടെ ചെടികളിലുള്ള വാതക വിനിമയം. അതായത് നമുക്കറിയാം പകൽ സമയത്ത് അല്ലേ, പ്രകാശ സംശ്ലേഷണം നടക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് സൺലൈറ്റ് വേണം. സൺലൈറ്റ് എപ്പോഴാണ് ഉള്ളത്? ഡേ ടൈമിൽ അല്ലേ? അപ്പോൾ ഡേ ടൈമിൽ ചെടികൾ എന്ത് ചെയ്യുന്നു? ചെടികൾ എന്ത് ചെയ്യുന്നു? സൺലൈറ്റ് ഒക്കെ ഉപയോഗിക്കും, കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കും അല്ലേ? എന്നിട്ട് തിരിച്ച് നമുക്ക് എന്ത് തരും? ഓക്സിജൻ തരും. കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിച്ച് ഓക്സിജൻ പുറന്തള്ളുന്നതാണ് ഫോട്ടോസിന്തസിസ്. അതേപോലെ തന്നെ നമ്മൾ ശ്വസിക്കാറുണ്ട് അല്ലേ? നമുക്ക് ഫോട്ടോസിന്തസിസ് നടത്താൻ പറ്റില്ല, പക്ഷെ ശ്വസിക്കാറുണ്ട്. ശ്വസിക്കാൻ എന്ത് വേണം? ഓക്സിജൻ വേണം അല്ലേ? നമുക്ക് എല്ലാവർക്കും ശ്വസിക്കാൻ ഓക്സിജൻ വേണം. ഈ ഓക്സിജൻ ഉപയോഗിച്ച് ശ്വസിച്ചാലാണ് നമുക്ക് എനർജി കിട്ടുക. അപ്പം നമ്മളെപ്പോലെ തന്നെയാണ് നമ്മുടെ ചെടികളും. ചെടികൾക്കും ശ്വസിക്കണം. ഓക്കെ, ജീവനുള്ളവർ എല്ലാവരും ശ്വസിക്കും. അപ്പോൾ ശ്വസിക്കാൻ വേണ്ടിയിട്ട് എന്താ എടുക്കുക? ബ്രീത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരും ഓക്സിജൻ എടുക്കും. പുറത്തേക്ക് വിടുന്നത് എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡാണ്. ഓക്കെ, അപ്പോൾ ഡേ ടൈമിൽ മാത്രമേ ഫോട്ടോസിന്തസിസ് നടക്കുള്ളൂ, കാരണം സൺലൈറ്റ് വേണ്ടതുകൊണ്ട്. പക്ഷേ റെസ്പിറേഷൻ അഥവാ ശ്വസനം ഇത് ഡേ ടൈമിലും നടക്കും. ഇനിയിപ്പോൾ നൈറ്റ് ആയി എന്ന് കരുതാ, നൈറ്റിൽ ഫോട്ടോസിന്തസിസ് ഉണ്ടാവില്ല. കാരണം എന്താ? നൈറ്റിൽ സൺലൈറ്റ് ഇല്ല. പക്ഷേ റെസ്പിറേഷൻ ഉണ്ടാവും. അവർ ഓക്സിജൻ എടുക്കും, കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളും. മനസ്സിലായോ? ഓക്സിജൻ എടുക്കും, കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളും. ക്ലിയർ? ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. ഫോട്ടോസിന്തസിസ് ഡേ ടൈമിൽ മാത്രമേ നടക്കുകയുള്ളൂ, കാരണം സൺലൈറ്റ് വേണം. പക്ഷേ റെസ്പിറേഷൻ അതായത് ഓക്സിജൻ എടുത്ത് കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്ന ഈ ഒരു പ്രക്രിയ പകൽ സമയത്തും നടക്കും, രാത്രി സമയത്തും നടക്കും, എല്ലാ സമയത്തും നടക്കും. കാരണം ജീവികൾക്ക് അവരുടെ ജീവൻ നിലനിർത്തണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? എനർജി വേണം. ആ എനർജി ഉണ്ടാക്കാൻ ഓക്സിജൻ വേണം. സിമ്പിൾ അല്ലേ? ഓക്കെ, പക്ഷെ നമ്മൾ വിചാരിക്കും നമ്മൾ എപ്പോഴും ശ്വസിക്കുമ്പോൾ ഓക്സിജൻ മാത്രമാണ് എടുക്കണതെന്ന്. അങ്ങനെയല്ല. നമ്മുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ നൈട്രജൻ ആണുള്ളത്. ഓക്കെ, പിന്നെ കൂടുതൽ ഓക്സിജൻ, വളരെ കുറച്ചാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ളത്. ഇത്രയും ആർഗൺ, പിന്നെ മറ്റുള്ളവ ഉണ്ട്. ഓക്കെ, യെസ്. അപ്പം നമുക്ക് ഇക്കാര്യം ക്ലിയർ ആയില്ലേ? പ്ലാന്റ്സ് ശ്വസിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി എൻ്റെ മക്കൾ പറയില്ലേ? യെസ്, പ്ലാന്റ്സ് ശ്വസിക്കും എന്ന് പറയില്ലേ? ഓക്കെ, എല്ലാ ജീവജാലങ്ങൾക്കും എന്ത് വേണം? എനർജി ഉണ്ടാക്കാൻ ഓക്സിജൻ വേണം. അപ്പം നമ്മൾ എന്താ ചെയ്യുക? ഓക്സിജൻ എടുത്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളും. അതേപോലെ തന്നെ സസ്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? ശ്വസനത്തിന് വേണ്ടിയിട്ട് ഓക്സിജൻ എടുക്കുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്നു. ഇതാണ് റെസ്പിറേഷൻ അഥവാ ശ്വസനം. ഇത് നൈറ്റിലും നടക്കും, ഡേ ടൈമിലും നടക്കും. ഓക്സിജൻ എന്ത് ചെയ്യുന്നു? ഓക്സിജൻ എടുക്കുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്നു. പക്ഷേ പ്രകാശ സംശ്ലേഷണം എന്ത് ചെയ്യും? കാർബൺ ഡൈ ഓക്സൈഡ് എടുത്തിട്ട് ഓക്സിജൻ പുറന്തള്ളും. അത് പകൽ സമയത്ത് മാത്രമേ നടക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഗ്യാസസിൻ്റെ ഒക്കെ എക്സ്ചേഞ്ച് നടക്കുന്ന ഈ ഒരു സ്ട്രക്ചറാണ് സ്റ്റോമാറ്റ. സ്റ്റോമാറ്റ അഥവാ ആസ്യരന്ധ്രം. നമ്മുടെ ഇലകളുടെ ഒക്കെ ഏറ്റവും അടിഭാഗത്തായിട്ട് നമുക്ക് കാണുന്ന ചെറിയ സുഷിരങ്ങളെയാണ് നമ്മൾ എന്ത് പറയുക? സ്റ്റൊമാറ്റ എന്ന് പറയാം. ഓക്കെ, ഈ സ്റ്റൊമാറ്റയിലൂടെയാണ് നമ്മൾ ശ്വസനത്തിന് എടുക്കുന്ന ഓക്സിജൻ ഉള്ളിലേക്ക് കയറുന്നതും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് പോകുന്നതും പ്രകാശ സംശ്ലേഷണത്തിന് വേണ്ടിയിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് അകത്ത് കയറുന്നതും ഓക്സിജൻ പുറന്തള്ളുന്നതും. ക്ലിയർ?
ഓക്കെ അല്ലേ? ഇനി മക്കളെ ഇപ്പോൾ തന്നെ മാർക്ക് ചെയ്ത് വെച്ചോ. വെരി 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 ഇമ്പോർട്ടൻറ്റ്. നിങ്ങളുടെ എക്സാമിന് ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് ഇനി നമ്മൾ പറയാൻ പോകുന്ന ലാസ്റ്റ് ടോപ്പിക്. ഏതാണ്? ഹോസ്റ്റ് ആൻഡ് ഗസ്റ്റ് അല്ലേ? ഹോസ്റ്റ് എന്ന് പറഞ്ഞാൽ ആരാ? ആതിഥേയരാണ്, സ്വീകരിക്കുന്ന ആൾക്കാരാണ്. ഗസ്റ്റ് എന്ന് പറയുമ്പോൾ വരുന്ന ആൾക്കാരാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കൊരു കോൺവെർസേഷൻ ഉണ്ട്. മാവ് പറയാം, ഞാൻ എന്ത് ചെയ്യും, എനിക്ക് വേണ്ട ഭക്ഷണം സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യും. അങ്ങനെ സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്നവരെയാണ് നമ്മൾ പറയുക ഓട്ടോട്രോഫ്. ഓക്കെ, സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്നവരാണ്. റെഡി? സ്വപോഷികൾ എന്ന് നമുക്ക് പറയാം. സ്വപോഷികൾ, സ്വന്തമായിട്ട് പോഷണം തയ്യാറാക്കുന്നവർ, സ്വപോഷികൾ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ വേണ്ട എവിടെ? വേണ്ട പ്രസന്റ് ആണോ? യെസ്. മരവാഴ എന്ന് കേട്ടിട്ടുണ്ടോ? മരവാഴയാണ് വേണ്ട. ഓക്കെ, ഇതാണ് ശരിക്ക്. അപ്പം മരവാഴ എന്താ പറയുന്നത്? എനിക്ക് നിങ്ങൾ ഭക്ഷണം ഒന്നും തരണ്ട, ഭക്ഷണം ഞാൻ തന്നെ ഉണ്ടാക്കിക്കോളാം, പക്ഷെ എനിക്ക് നിൽക്കാൻ കുറച്ച് സ്ഥലം വേണം അല്ലേ? എനിക്ക് നിങ്ങൾ വാസസ്ഥലം മാത്രം തന്നാൽ മതി. അങ്ങനെ വാസസ്ഥലത്തിന് വേണ്ടി മാത്രം ഒരു ചെടീനെ ആശ്രയിക്കുന്നവരെ നമ്മൾ എപ്പിഫൈറ്റ് എന്നാണ് പറയാം. അപ്പം നമ്മുടെ വേണ്ട ആരാണ്? ഒരു എപ്പിഫൈറ്റ് ആണ്. മരവാഴ ഒരു എപ്പിഫൈറ്റ് ആണ്. അത് സ്വന്തമായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കും, പക്ഷെ നിൽക്കാൻ കുറച്ച് സ്ഥലം തരുമോ എന്ന് ചോദിച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പം നമ്മുടെ ഈ വാൻഡേൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ വേണ്ടിയിട്ട് പറ്റും? ചെറിയ റൂട്ട്സ് ഉണ്ടാവും. ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. സ്മോൾ റൂട്ട്സ് ഉപയോഗിച്ചിട്ടാണ് അത് മരത്തിൻ്റെ മുകളിൽ ഇങ്ങനെ പറ്റി പിടിക്കുന്നത്. ഓക്കെ, പിന്നെ നല്ല കട്ടിയുള്ള വേരുകൾ ഉണ്ടാവും. കട്ടിയുള്ള വേരുകൾ ഉപയോഗിച്ച് അന്തരീക്ഷത്തിൽ നിന്നാണ് എന്ത് ചെയ്യണത്? മോയ്സ്ചറൊക്കെ, നമ്മുടെ ഈർപ്പമൊക്കെ ആഗിരണം ചെയ്യുന്നത്. അപ്പോൾ ഇത് എന്ത് ചെയ്യുന്നുള്ളൂ? ഹാബിറ്റാറ്റിന് വേണ്ടി മാത്രം ഒരു സസ്യത്തെ ആശ്രയിക്കുന്നു. അതിൻ്റെ കട്ടിയുള്ള വേരുകൾ ഉപയോഗിച്ച് അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പമൊക്കെ ആഗിരണം ചെയ്യും. സ്മോൾ വേരുകൾ ഉപയോഗിച്ചിട്ട് മരത്തിൽ പറ്റിപ്പിടിക്കും. ഓക്കെ, ഇനി രണ്ട് ആൾക്കാരുണ്ട് മക്കളെ. ഇതാണ് നമ്മുടെ ഇത്തിൽ കണ്ണി, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക? ഇത്തിൽ കണ്ണി, അല്ലെങ്കിൽ നമ്മൾ പറയും ലൊറാന്തസ്. ഈ ലൊറാന്തസ് എന്ന് പറഞ്ഞാൽ ഒരു സെമി പാരസൈറ്റ് ആണ്. സെമി പാരസൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭക്ഷണമൊന്നും ആഗിരണം ചെയ്യില്ല, പക്ഷേ ചെടീൻ്റെ മുകളിൽ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും. എവിടെ നമ്മുടെ ഇത്തിൽക്കണ്ണി കണ്ടോ? ഇത്തിൽക്കണ്ണി എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഇതിലൂടെയാണ് ഈ വെള്ളമൊക്കെ റൂട്ട് വഴി ഇങ്ങനെ പോവല്ലേ, ഇവർ ആഗിരണം ചെയ്യുന്ന വെള്ളവും ന്യൂട്രിയൻസും എടുക്കും. ഓക്കെ, കുറച്ച് വെള്ളം തരോ, കുറച്ച് ന്യൂട്രിയൻസ് തരോ, ഞാൻ അത് ഉപയോഗിച്ചിട്ട് ഫുഡ് ഉണ്ടാക്കിക്കോളാം. അതായത് ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്. ഇതാണ് ലൊറാന്തസ് അഥവാ ഇത്തിൽക്കണ്ണി. ഇത് ഫുഡ് ഉണ്ടാക്കുമോ? യെസ്. അപ്പം ന്യൂട്രിയൻസ് എവിടുന്നാണ് കിട്ടുന്നത്? അത് ചെടിയിൽ നിന്ന് വലിച്ചെടുക്കും അല്ലേ? ന്യൂട്രിയൻസ് അഥവാ പോഷകങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാട്ടറും മിനറൽസ് എല്ലാം ചെടിയിൽ നിന്ന് വലിച്ചെടുക്കും. അപ്പോൾ പകുതി ആശ്രയിക്കുന്ന ചെടിയിൽ നിന്നും ബാക്കി സ്വന്തമായിട്ടും ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? സെമി പാരസൈറ്റ് എന്ന് പറയണേ. ഫുള്ളി പാരസൈറ്റ് ആണ് കസ്ക്യൂട്ട, മൂടില്ലാത്ത ആളി എന്നാണ് പറയാം. കസ്ക്യൂട്ട അറിയോ? എനിക്ക് ഒരു പണിയും ചെയ്യാൻ കഴിയില്ല, എല്ലാ ന്യൂട്രിയൻസും ഞാൻ ചെടിയിൽ നിന്ന് വലിച്ചെടുക്കും. നമ്മളിങ്ങനെ നമ്മൾ കുത്തിവര ഇടില്ലേ, കുത്തിവര ഇട്ടതുപോലെ കാണുന്നതാണ് കസ്ക്യൂട്ട. ഇത് ഫുൾ പാരസൈറ്റാണ്. നമ്മുടെ വീട്ടിൽ നിൽക്കുമ്പോൾ ചില സമയത്ത് നമ്മൾ ഫുൾ പാരസൈറ്റ് ആയിരിക്കും, ഒരു പണിയും ചെയ്യില്ല. അമ്മ ഭക്ഷണം ഉണ്ടാക്കി മുന്നിൽ വെച്ച് അത് ഉരുട്ടി വായലിട്ട് തരണം അല്ലേ? ചില സമയത്ത് നമ്മൾ ഫുൾ പാരസൈറ്റ് ആയിരിക്കും. ചില സമയത്ത് അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ മുറിച്ച് കൊടുക്കും, അമ്മ കുക്ക് ചെയ്യും. അപ്പം നമ്മൾ സെമി പാരസൈറ്റ് ആയിരിക്കും. ചില സമയത്ത് നമ്മൾ എന്താണ്, ഒരു ദ്രോഹവും ചെയ്യാണ്ട് വീട്ടിൽ എനിക്ക് കുറച്ച് നിൽക്കാൻ സ്ഥലം തന്നാൽ മതി, ഞാൻ പുറത്ത് പോയി ഭക്ഷണം കഴിച്ചോളാം. നമ്മൾ ചില സമയത്ത് എപ്പിഫൈറ്റ് ആയിരിക്കും. പക്ഷെ നമ്മുടെ അമ്മമാരാരാണ്? നമ്മുടെ അമ്മമാർ ഓട്ടോട്രോഫാണ്. അവർ സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കി സ്വന്തമായിട്ട് കഴിക്കും. ക്ലിയർ ആണോ? അപ്പോൾ അതോട് കൂടിയിട്ട് നമ്മുടേതാ ഈ ഒരു ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞിരിക്കുന്നു. ഇതെൻ്റെ മക്കൾക്ക് എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ, സെറ്റല്ലേ?